ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായി. അപ്പം നല്ല സിമ്പിളായിട്ട് കറിയൊന്നും ഇല്ലാത്ത ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി പരിധി നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണേ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റിനൊന്നും മറക്കരുത്. നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് ഒരു പൊട്ടാറ്റോ കേട്ടോ. മീഡിയം സൈസുള്ള ഒരു പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് നന്നായിട്ട് കളഞ്ഞെടുത്തിട്ട് നമുക്കിതിന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിലുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് വേവിച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഉപ്പൊന്നും ചേർക്കുന്നില്ല. ഉപ്പൊന്നും ചേർക്കാതെ വെറും വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്തിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുക്കറിലിട്ടിട്ടും വേവിച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പം കുക്കറിൽ ഈ ഒരു ഒന്ന് മാത്രം ഇട്ടിട്ട് വെച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടിട്ടാൽ പെട്ടെന്ന് അങ്ങ് കുക്കായിട്ട് കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. ഇതൊന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് വെള്ളമൊക്കെ മാറ്റി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ പൊട്ടേറ്റ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്കിത് ഉടച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മളെ പൊട്ടേറ്റ് റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ ഇപ്പം നമ്മളിതാ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ള നമ്മളെ പൊട്ടാറ്റോ ഉടച്ചെടുത്തിട്ട് ഈ ഒരു പരുവത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നാൽ മാത്രം നമുക്ക് ഇതുപോലെ ഉടച്ചെടുക്കാൻ പറ്റുമേ. ഇനി ഇതിലേക്ക് നമുക്ക് മീഡിയം സൈസുള്ള ഒരു സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്തെടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 2-3 പച്ചമുളക് നമ്മളെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകും കൂടി നമുക്കിതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയോ അല്ലാന്നുണ്ടെങ്കിൽ മല്ലിയിലയോ ഒന്നും കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂണോളം നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. അതിലേക്ക് ഒരു നുള്ള് മഞ്ഞളും കൂടിയും ചേർത്തെടുക്കാം കേട്ടോ. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. സ്പൂൺ വെച്ചിട്ട് എല്ലാട്ടോ മിക്സാക്കി എടുക്കുന്നത്. കൈ വെച്ച് തന്നെ നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്തെടുക്കാം കേട്ടോ. ഇപ്പം ഇത് കൈ വെച്ച് നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് ഗോതമ്പ് പൊടിയാട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദ ചേർക്കാം, അത് നിങ്ങളെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഗോതമ്പ് പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ 1/2 കപ്പോളം ഗോതമ്പ് പൊടിയാട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു സൈസുള്ള പൊട്ടാറ്റോക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് സവാളയിലെ വെള്ളമൊക്കെ ഇങ്ങനെ പുറത്ത് വന്ന ആ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് മൈദയോ ഗോതമ്പ് പൊടിയോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പം ഗോതമ്പ് ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആദ്യം കൈവച്ച് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. എന്നിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പരുവത്തിലല്ല കേട്ടോ ഇത് റെഡിയാക്കി എടുക്കുന്നത്. അതിലും കുറച്ച് ലൂസായിട്ട് നമുക്ക് കൈ വെച്ചിട്ട് പെട്ടെന്ന് പരത്തി എടുക്കാൻ പറ്റുന്ന രീതിക്കുള്ളതാട്ടോ വേണ്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുക. ഒരുപാട് വെള്ളം ആദ്യം ഒഴിക്കാൻ പാടില്ല. അപ്പോൾ മാവ് നന്നായിട്ട് ലൂസായി പോകട്ടോ. അപ്പോൾ നോക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കൈ വെച്ചിട്ട് പരത്തിയെടുക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിൽ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ സൈഡിലേക്ക് അങ്ങ് മാറ്റി വെച്ചിട്ട് നമുക്കൊരു പാൻ അടുപ്പത്തോട്ട് വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പാന് ചൂടായിട്ട് വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയും ചൂടായിട്ട് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ആക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവുണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. ഇനി ഇതുപോലെ ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വാഴയില വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതിയേ. അപ്പോൾ നമ്മൾ ആദ്യം നന്നായിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മളിതിനെ പരത്തി കൊടുത്തതിന് ശേഷം ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ ഒരു സൈഡ് ഭാഗം ഇങ്ങനെ പരത്തിയതിന് ശേഷം ആ ഒരു സൈഡ് ഭാഗം ഒന്ന് നന്നായിട്ട് കളറൊന്ന് മാറി വന്നതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആ ഒരു ഭാഗം ഒന്ന് കളർ മാറി ഒന്ന് കുക്കായിട്ട് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സൈഡ് ഭാഗം നന്നായിട്ട് കളർ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് അങ്ങ് കളർ മാറി വരും കേട്ടോ. ഒരുപാട് സമയം എടുക്കില്ല. അതിൻ്റെ അടുത്തൊന്ന് മാറാനേ പാടില്ല കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ ഒന്ന് കളർന്ന് മാറി വന്ന സമയത്ത് നമ്മളിതിനൊന്നും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ആ ഒരു മുകൾ ഭാഗം കൂടി ഒന്ന് കളർന്ന് മാറി കുക്കായിട്ട് വരുന്നത് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് കുക്കായിട്ട് വന്നിട്ടുണ്ട്. കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. നമ്മൾ അടിപൊളി റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് റെഡി ആക്കിയിട്ട് എടുക്കാം.
അപ്പം നമ്മൾ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്ന സമയമായല്ലോ. അപ്പം നമുക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് കറിയൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല കിട്ടിലിനായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി കേട്ടോ. ഇനി ലഞ്ച് ബോക്സിൽ കൊടുക്കാനാണെങ്കിൽ അതും പ്രശ്നമില്ല, കറിയോ ചമ്മന്തിയോ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് വെക്കാത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് വെക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം നമുക്ക് പിന്നെ കാണാം. ബൈ, താങ്ക് യു.